കോൺഗ്രസ് BJPയോടൊപ്പമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയോടൊപ്പമാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എല്ലാ ഉദാഹരണത്തിലേക്കും ഇപ്പോൾ പോണ്ടാലോ. ഇപ്പം രാജ്യമാകെ എതിർത്തൊരു കാര്യമാണല്ലോ കെജ്രിവാളിൻ്റെ കേസ്. കെജ്രിവാളിൻ്റെ കേസിൻ്റെ ഉത്ഭവം എങ്ങനെയാ? അത് കോൺഗ്രസ്സാണ് കെജ്രിവാളിനെതിരെ, ആ ഗവൺമെൻറ്റിനെതിരെ, അവർ കൊണ്ടുവന്ന മദ്യനയത്തിനെതിരെയുള്ള ആരോപണവുമായി രംഗത്ത് വരുന്നത്. ആ ആരോപണവുമായി മാത്രമല്ല, ആരോപണം ഉന്നയിച്ച് നിൽക്കുകയല്ല, പോലീസിൽ പരാതി കൊടുത്തു. നിറഞ്ഞ സന്തോഷം ഡൽഹി പോലീസിന്. ഉടനെ കേസ് രജിസ്റ്റർ ചെയ്തു. എന്താ കാര്യം? അപ്പോൾ മറ്റവന് വരാം. ആർക്ക്? ഇ ഡി വന്നു. ഒരു വർഷം മുൻപ് മനീഷ് സിസോദിയ, അവിടുത്തെ മന്ത്രി, അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ. കോൺഗ്രസ് എന്താ പറഞ്ഞതെന്നറിയോ? അപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കെജ്രിവാളല്ലേ ഇതിൻ്റെ നേതാവ്, അദ്ദേഹമല്ലേ സൂത്രധാരകൻ, അദ്ദേഹത്തിനെതിരെയല്ലേ കേസെടുക്കേണ്ടത്? കോൺഗ്രസിൻ്റെ ചോദ്യമാണ്. ഇതാണ് അവരുടെ നില. ഇപ്പോൾ ഡൽഹി രാംലീല മൈതാനിയിൽ രാജ്യമാകെ അതിനെതിരെ പ്രതിഷേധിക്കാൻ അണിനിരന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉണ്ടായി. നല്ലത്, സ്വാഗതാർഹമായ കാര്യം. പക്ഷേ കൂട്ടത്തിലൊരു വാചകം പറയായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു തെറ്റ് പറ്റി എന്ന് തുറന്ന് സമ്മതിക്കായിരുന്നു. അതുണ്ടായില്ല. മാറ്റമുണ്ടോ അവർക്ക്? മാറ്റമുണ്ടെങ്കിൽ കിഫ്ബിയുടെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഈ നിലപാട് സ്വീകരിച്ചു പോകൂ. കിഫ്ബി എന്താണ് നാട്ടിൽ ചെയ്തത്? എന്തിനാണ് അതിനെ എതിർക്കുന്നത്? നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ മെച്ചപ്പെട്ടതിനോ? നമ്മുടെ നാട്ടിലെ ആശുപത്രികൾ മെച്ചപ്പെട്ടതിനോ? നമ്മുടെ നാട്ടിലെ റോഡുകൾ, പാലങ്ങൾ, വിവിധ പദ്ധതികൾ, ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ, ഇപ്പോൾ ജലപാതയുടെ ഭാഗമായുള്ള കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത പൂർത്തിയാകുമ്പോൾ അതിൻ്റെ നിശ്ചിത കിലോമീറ്ററിന് ഉള്ളിൽ രൂപം കൊള്ളാനിരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ, എന്തെല്ലാം പദ്ധതികൾ. നമ്മുടെ നാടിന് ബജറ്റിലൂടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമോ? എല്ലാവർക്കും അറിയാലോ നമ്മുടെ സാമ്പത്തിക ശേഷി അത്ര ഇല്ല എന്നുള്ളത്. അതിനാണ് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത്. അന്ന് പറഞ്ഞു 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതി ഈ 5 വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പാക്കുമെന്ന്. പറഞ്ഞ വാക്കിൽ നിന്ന് മാറുന്ന ശീലം LDFനില്ലാലോ. ചെറിയ മാറ്റം ഇതിൽ വന്നു എന്ന് പറയാം. 50,000 അല്ല, 62,000 കോടിയായി. കേരളത്തിൽ ആ 5 വർഷം കൊണ്ട് 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്തത്. ഇപ്പോൾ അത് 80ലേക്ക് കുതിച്ചു. ഇതല്ലേ നാടിൻ്റെ അനുഭവം. അതിനെതിരെ കോൺഗ്രസിന് പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? പ്രതിപക്ഷ നേതാവിന് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കാനുള്ളത് കിഫ്ബിയല്ലേ? എന്താണിത്? ഇപ്പോൾ മസാല ബോണ്ട്, അതിനകത്ത് ഫെമയുടെ ലംഘനം വന്നിരിക്കുന്നു.
മണി ലോണ്ടറിങ് നടന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഇ ഡിയുടെ ഇടപെടൽ, ഉടനെ അതിനെ പിന്താങ്ങൽ, അതിൻ്റെ കൂടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കൽ. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന ആരാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നേരെ ചെന്ന് മസാല ബോണ്ടിങ് വാങ്ങാൻ പറ്റില്ല. റിസർവ് ബാങ്കിൻ്റെ എല്ലാ പരിശോധനയും നടന്ന് അനുമതി ലഭിച്ചതിന് ശേഷമാണ് മസാല ബോണ്ട് വാങ്ങുന്നത്. മസാല ബോണ്ട് കേരളത്തിന് വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന് ലഭിക്കുന്ന വലിയ അംഗീകാരമാണത്. ആ പണം വാങ്ങി വിവിധ പദ്ധതികൾക്ക് അത് ചെലവിട്ടു. ആ ചെലവിട്ട കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്കിനെ അറിയിച്ചു. ആ തന്ന പണത്തിൻ്റെ കാലാവധിക്കുള്ളിൽ ആ പണമെല്ലാം തിരിച്ചടക്കുകയും ചെയ്തു. ഇതാണ് ഇ ഡി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇ ഡി അന്നത്തെ ധനമന്ത്രിക്കെതിരെ നോട്ടീസ്. പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നത്? കേരളത്തെ ഇങ്ങനെയാക്കിയത് ഈ ധനമന്ത്രിയാണ്. ഏത് അന്നത്തെ ആ ധനമന്ത്രിയാണ്. ഇ ഡിയുടെ കൂടെ ചേർന്ന് നിന്ന് തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമം. വല്ല പാഠവും പഠിച്ചോ? കെജ്രിവാളിൻ്റെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചോ? ഇതാണ് കോൺഗ്രസിൻ്റെ അനുഭവം.